തിരുവനന്തപുരം ജില്ലയുടെ വടക്കേ അറ്റത്ത് അറബിക്കടലിനെ തലോടി നിൽക്കുന്ന വർക്കലയുടെ ചെങ്കൽ പാറക്കെട്ടുകൾക്ക് മുകളിലാണ് ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ തീർത്ഥാടന ഭൂപടത്തിൽ ഈ ക്ഷേത്രത്തിനുള്ള സ്ഥാനം വളരെ വലുതാണ്. ഐതിഹ്യപ്പെരുമയും ചരിത്ര പ്രാധാന്യവും ഒത്തുചേരുന്ന ഈ മഹാക്ഷേത്രം ദക്ഷിണ കാശി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാശിയിലെ ഗംഗയിൽ സ്നാനം ചെയ്ത് വിശ്വനാഥനെ ദർശിക്കുന്നതിന് തുല്യമായ പുണ്യം വർക്കലയിലെ പാപനാശം കടപ്പുറത്ത് ബലിതർപ്പണം നടത്തി ജനാർദ്ദന സ്വാമിയെ വണങ്ങുന്നതിലൂടെ ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എത്തുന്നത് ദുരിതമോചനത്തിനും മോക്ഷപ്രാപ്തിക്കും വേണ്ടിയാണ്. എന്നാൽ ചരിത്ര വിദ്യാർത്ഥികൾക്കും സാംസ്കാരിക ഗവേഷകർക്കും ഈ ക്ഷേത്രം തിരുവിതാംകൂർ ചരിത്രത്തിലെ ഒരു സുപ്രധാന ഏടാണ്. കേരളത്തിൻ്റെ പരമ്പരാഗതമായ ക്ഷേത്രകലകൾ, വാസ്തുവിദ്യ, ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയുടെ സംഗമഭൂമി കൂടിയാണ് ഈ പുണ്യസങ്കേതം. ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ജനാർദ്ദന സ്വാമി എന്ന രൂപത്തിലുള്ള മഹാവിഷ്ണുവാണ്. ജനം ആർദ്ദനം ചെയ്യുന്നവൻ, അതായത് ജനങ്ങൾക്ക് ആശ്വാസവും മോക്ഷവും നൽകുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഭഗവാനെ ഇവിടെ ആരാധിക്കുന്നത്. ലക്ഷ്മി ദേവിക്കും ഭൂമിദേവിക്കും ഒപ്പമാണ് മഹാവിഷ്ണു ഇവിടെ വാഴുന്നത്. ഭക്തർക്ക് ഐശ്വര്യവും ദുരിതമുക്തിയും മോക്ഷവും പ്രദാനം ചെയ്യുന്ന സർവാഭീഷ്ട വരദായകനാണ് ഇവിടുത്തെ ഭഗവാൻ എന്നാണ് വിശ്വാസം. വിഷ്ണുവിനൊപ്പം തുല്യ പ്രാധാന്യത്തോടെ ഇവിടെ ശിവനുമുണ്ട്. വൈഷ്ണവ ശൈവ ഐക്യത്തിൻ്റെ മഹനീയ മാതൃക. ഉപദേവതകളായി ഗണപതി, അയ്യപ്പൻ, ശ്രീരാമൻ, ഹനുമാൻ, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. ഈ പ്രതിഷ്ഠാസങ്കല്പങ്ങളെല്ലാം ക്ഷേത്രത്തിന്റെ പ്രാചീനതയിലേക്കും ഹൈന്ദവ ധർമ്മത്തിലെ സമന്വയ ഭാവങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു. ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്താണ് പ്രസിദ്ധമായ ചക്രതീർത്ഥം എന്ന ക്ഷേത്രക്കുളം. ഈ കുളത്തിന് അങ്ങനെ ഒരു പേര് ലഭിച്ചതിനു പിന്നിൽ മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം തന്നെയാണ്. വിശ്വാസമനുസരിച്ച് ഒരിക്കൽ ബ്രഹ്മാവിന്റെയും നാരദന്റെയും നേതൃത്വത്തിൽ മുനിമാർ ഇവിടെ ഒരു യാഗം നടത്തുകയായിരുന്നു. യാഗത്തിനിടെ മുനിമാർക്ക് ദാഹശമനത്തിനായി വെള്ളം വേണ്ടി വന്നു. അപ്പോൾ മഹാവിഷ്ണു തന്റെ ആയുധമായ സുദർശന ചക്രം കൊണ്ട് ഭൂമിയിൽ ആഞ്ഞുവെട്ടി. അങ്ങനെ ചക്രം കൊണ്ട് നിലം പിളർന്നുണ്ടായ കുളമാണ് ഈ ചക്രതീർത്ഥം. സുദർശന ചക്രത്തിന്റെ ശക്തിയാൽ ഉടലെടുത്ത തീർത്ഥമായതുകൊണ്ടാണ് ഇതിനെ ചക്രതീർത്ഥം എന്ന് വിളിക്കുന്നത്. ത്രേതായുഗത്തിൽ വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ബ്രഹ്മാവ് കടൽക്കരയിൽ യാഗം ചെയ്തു. അപ്പോൾ യാഗം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു ബ്രാഹ്മണ വേഷത്തിൽ വിഷ്ണു ഭഗവാൻ അവിടെ പ്രത്യക്ഷനാവുകയും ആ യാഗബലം ബ്രഹ്മാവിൽ നിന്ന് സ്വീകരിച്ച് യാഗത്തിന് ബലസമാപ്തി കൊടുത്ത് അനുഗ്രഹിച്ച് ജനാർദ്ദന സ്വരൂപം പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ ആ ജനാർദ്ദന സ്വരൂപത്തിൽ ബ്രഹ്മാവ് ഇവിടെ ക്ഷേത്രം കെട്ടി പ്രതിഷ്ഠിച്ചതിന് ശേഷം യാഗസമാപ്തി നടത്തി പോയതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ ഈ വിഷ്ണു ഭഗവാന്റെ കയ്യിൽ തീർത്ഥമുള്ളതായിട്ടാണ് സങ്കല്പം. ബ്രാഹ്മണ വേഷത്തിൽ വന്ന വിഷ്ണു ഭഗവാൻ ബ്രഹ്മ ആഹാരം ചോദിക്കുന്നു. അപ്പോൾ ആഹാരത്തിന് എല്ലാം ഇലയിലെല്ലാം വിളമ്പിയിട്ട് കയ്യിൽ തീർത്ഥം കൊടുത്ത് ഈ 3 പ്രാവശ്യം ഇങ്ങനെ ഒഴിഞ്ഞ് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഇലയിൽ നിന്നെല്ലാം അപ്രത്യക്ഷമായിട്ട് പോയി. അപ്പോൾ കയ്യിൽ തീർത്ഥം ഇരിക്കുന്നതുകൊണ്ട് ഈ തീർത്ഥം കുടിച്ചു കഴിഞ്ഞാലേ ആഹാരം കഴിക്കാവുന്നുണ്ട് ബ്രാഹ്മണർക്ക്, പൂണലിട്ടവർക്ക്. അങ്ങനെ പറയുന്നു, എനിക്ക് ആഹാരം തരണം, എനിക്ക് വയറ് വിശക്കുന്നവരാണ്. അപ്പോൾ വീണ്ടും ആഹാരം കൊടുക്കുന്നു. ഈ ആഹാരമെല്ലാം മായയായിട്ട് പോകുന്നു. അങ്ങനെ ബ്രഹ്മാവ് വന്ന് നോക്കുന്നതും സാക്ഷാൽ ശ്രീമൻ നാരായണനാണെന്ന് മനസ്സിലായി സാഷ്ടാംഗം നമസ്കരിച്ച് പ്രഭു എൻ്റെ യാഗത്തിന് ഫലപ്രാപ്തി തരണമെന്ന് പ്രാർത്ഥിച്ചു യാഗത്തിന് ഫലപ്രാപ്തി മേടിച്ച് അദ്ദേഹം യാഗസമാപ്തി വരുത്തി പോകുന്നു. അപ്പോൾ ഭഗവാന്റെ കയ്യിൽ തീർത്ഥം ഇരിക്കുന്നതായിട്ടൊരു സങ്കല്പമുണ്ട്. ശംഖു ചക്ര ഗത ആഭോജനഹസ്തം. അപ്പോൾ ഈ കൈക്ക് പറയുന്നത് ആഭോജനഹസ്തം, ഭോജനം. അപ്പോൾ എന്ന് ഭഗവാൻ ഈ തീർത്ഥം കുടിക്കുന്നു അന്ന് പ്രളയം വരുന്നതായിട്ടൊരു സങ്കല്പം കൂടെയുണ്ട്. വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തെ ദക്ഷിണ കാശി എന്ന് വിളിക്കുന്നതിൻ്റെ പ്രധാന കാരണം ക്ഷേത്രത്തിനടുത്തുള്ള പാപനാശം തീരവും അവിടെ നടക്കുന്ന പിതൃതർപ്പണവുമാണ്. മരണമടഞ്ഞ പൂർവികർക്ക് മോക്ഷം ലഭിക്കുന്നതിനായി ബലിയിടുന്ന പുണ്യസ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാപനാശം കടൽ തീരം. പ്രത്യേകിച്ച് കർക്കിടകവാവ് ദിവസം ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ പിതൃക്കൾക്കായി ബലിതർപ്പണം ചെയ്യാനെത്തുന്നത്. ക്ഷേത്രത്തിൽ ഇതിനായി പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കാറുണ്ട്. ഇവിടെ ദർശനം നടത്തിയ ശേഷം കടൽ തീരത്ത് ബലിതർപ്പണം നടത്തുകയും തുടർന്ന് കടലിൽ സ്നാനം ചെയ്യുകയും ചെയ്താൽ ഒരു മുഴുസമയ തീർത്ഥാടന കർമ്മം പൂർത്തിയായി. പാപനാശം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ തീരത്തെ സ്നാനം എല്ലാ പാപങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കുമെന്നാണ് വിശ്വാസം. കാശിയിലെ ഗംഗയിൽ പിതൃബലി അർപ്പിക്കുന്നത് പോലെ പ്രാധാന്യമുള്ളതാണ്
ഇവിടെ പാപനാശം കടപ്പുറത്തെ ബലിതർപ്പണവും. പുണ്യതീർത്ഥങ്ങളെല്ലാം നദികളുടെ തീരത്തായിരിക്കുമ്പോൾ സമുദ്രതീരത്ത് പിതൃബലി അർപ്പിക്കാനുള്ള അപൂർവമായൊരവസരമാണ് വർക്കല നൽകുന്നത്. ഇതിലൂടെ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിന്റെ പ്രാധാന്യം ഒരു പ്രാദേശിക ക്ഷേത്രം എന്നതിൽ നിന്ന് ദേശീയ തീർത്ഥാടന കേന്ദ്രത്തിന്റെ തലത്തിലേക്കും ഉയർത്തപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ, സ്വാമി ഇവിടെ പിതൃദേവനായിട്ടാണ് സങ്കല്പം. ഇവിടെ നമ്മൾ കാശി, രാമേശ്വരം, ഗയ പോലെ ഇവിടെ പിതൃക്കൾക്ക് വളരെ മോക്ഷമായ സ്ഥലമാണ്. ഇവിടെ സമുദ്രതീരത്തിൽ പിണ്ടപ്രദാനം, ബലി ഇതൊക്കെ നടത്തി നമ്മൾ ക്ഷേത്രത്തിൽ വന്ന് തിലഹവനം നടത്തിയിട്ട് പോകുമ്പോൾ നമ്മുടെ പിതൃക്കളെയെല്ലാം ഭഗവാൻ മോക്ഷപ്രാപ്തിയാക്കി വിടുന്നതായിട്ടാണ് പറയുന്നത്. ഭഗവാൻ കയ്യിൽ തീർത്ഥം കൊടുത്ത് ആ പിതൃക്കളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ പിതൃദേവനായിട്ടാണ് സങ്കല്പം. ഓരോ ക്ഷേത്രത്തിൽ ഓരോ പ്രതിഷ്ഠയ്ക്ക് ഓരോ സങ്കല്പമുണ്ട്. ഇവിടെ ജനാർദ്ദന സ്വാമിയെ പിതൃസങ്കല്പത്തിലാണ് പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പിതൃദേവനായിട്ട് അറിയപ്പെടുന്നത് കൊണ്ട് എല്ലാ മാസത്തെ അമാവാസ്യ, അതായത് വാവ് നാളിലുള്ള തിരക്കും, രണ്ടാമത് ഈ പ്രധാനപ്പെട്ട കുംഭമാസത്തെ വാവ്, അതിവിശേഷമായ കർക്കിടക വാവിൽ, അതായത് 2 ദിവസം കൊണ്ട് എത്രയോ ലക്ഷം ജനങ്ങളാണ് വന്ന് ബലികർമാദികൾ നടത്തിയിട്ട് പോകുന്നുണ്ട്. ക്ഷേത്രവും തീരവും തമ്മിലുള്ള ഈ ബന്ധം കേരളീയ ആചാരാനുഷ്ഠാനങ്ങളുടെ സവിശേഷതയാണ്. ക്ഷേത്രത്തിലെ പൂജാവിധികളും കർമ്മങ്ങളും താന്ത്രിക വിധിപ്രകാരമാണ്. കേരളത്തിലെ മറ്റു പല മഹാക്ഷേത്രങ്ങളെയും പോലെ ഇവിടെയും ക്ഷേത്രത്തിന്റെ ദൈനംദിന പൂജകൾക്കും വിശേഷാൽ ചടങ്ങുകൾക്കും കൃത്യമായ താന്ത്രിക ക്രമങ്ങളുണ്ട്. ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകൾക്കും പ്രകൃതിയുടെ അംശമായ കടലിന്റെ സാമീപ്യം പ്രത്യേക ഊർജം നൽകുന്നു. ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം മീനമാസത്തിലെ ഉത്രം നാളിൽ ആറാട്ട് വരത്തക്ക വിധത്തിൽ നടക്കുന്ന 10 ദിവസത്തെ തിരുവുത്സവമാണ്. വർക്കലയുടെ സാംസ്കാരിക ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണിത്. ഈ ഉത്സവത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം സമുദ്രത്തിലെ ആറാട്ടാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നദിയിലോ ക്ഷേത്രക്കുളത്തിലോ ആറാട്ട് നടത്തുന്നതാണ് പൊതുവായ രീതി. എന്നാൽ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ വിഗ്രഹം കടൽ തീരത്ത് കൊണ്ടുപോയി ആറാട്ട് നടത്തുന്നു. സമുദ്രത്തിൽ ആറാട്ട് നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഇത് ക്ഷേത്രത്തിന് വർക്കലയിലെ കടൽ തീരവുമായുള്ള അഭേദ്യമായ ബന്ധം കൂടി സൂചിപ്പിക്കുന്നു. ഉത്സവ ബലി, സേവകൾ, മറ്റ് പൂജാകർമ്മങ്ങൾ, വർണ്ണാഭമായ ഘോഷയാത്രകൾ, കലാപരിപാടികൾ എന്നിവ കൊണ്ട് ഈ 10 ദിവസം വർക്കല പട്ടണവും ഭക്തിയിൽ ആറാടും. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ കൊടിയേറ്റ് ഉത്സവം എന്നത് മീനമാസത്തിലെ ഉത്തര നക്ഷത്രത്തിനാണ് ഈ ക്ഷേത്രത്തിലെ ആറാട്ട്. അതിന് 10 ദിവസം മുമ്പേ കൊടിയേറി ആറാട്ടോടുകൂടി ഭഗവാന്റെ ശില കിട്ടിയ സ്ഥലം ചിലക്കൂർ കടപ്പുറത്ത് പോയി ആറാട്ട് കഴിഞ്ഞ് നഗരപ്രദക്ഷിണം ചെയ്ത് ഇവിടെ വന്ന് ഈ പ്രതിഷ്ഠ നമ്മൾ പൊടിയിറക്കി ഉത്സവ സമാപ്തിയുണ്ട്. ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ തിരുവുത്സവം കൂടാതെ മറ്റ് പ്രധാനപ്പെട്ട ദിവസങ്ങളും പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നുണ്ട്. ചിങ്ങമാസത്തിലെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയാണ് ഇവയിൽ ഒന്ന്. മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണന്റെ പിറന്നാൾ ഈ ക്ഷേത്രത്തിൽ ഭക്തിയോടും ആചാരങ്ങളോടും കൂടി കൊണ്ടാടുന്നു. കൂടാതെ മേടമാസത്തിലെ വിഷു കേരളത്തിന്റെ വിളവെടുപ്പ് ഉത്സവവും ഐശ്വര്യത്തിന്റെ ദിനങ്ങളുമായി ഇവിടെ കണക്കിലെടുത്ത് വിഷുക്കണിയും മറ്റ് വിശേഷാൽ ചടങ്ങുകളുമുണ്ട്. ധനുമാസത്തിലെ വൈകുണ്ഠ ഏകാദശിയാണ് മറ്റൊരു പ്രധാന ദിവസം. ഈ മഹാക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് നിലനിൽക്കുന്നത്. ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ ക്ഷേത്രത്തിന്റെ ഭരണവും ആചാര സംരക്ഷണവും ബോർഡ് കാര്യക്ഷമമായി നിർവഹിച്ചു വരുന്നു. ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ കേരളീയ ശൈലിയുടെയും ദ്രാവിഡ ശൈലിയുടെയും സമന്വയമാണ്. കാലാകാലങ്ങളായുള്ള പുനരുദ്ധാരണങ്ങൾ ക്ഷേത്രത്തിന്റെ രൂപകൽപ്പനയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. വർക്കലയിലെ ചെങ്കൽ പാറയുടെ മുകളിലുള്ള ഈ ക്ഷേത്രത്തിന് പ്രകൃതിദത്തമായ ഒരു കോട്ടയുടെ ഭാവമുണ്ട്. ക്ഷേത്രത്തിന് വടക്കും തെക്കും വശങ്ങളിലും പടിക്കെട്ടുകളോട് കൂടിയ പ്രവേശന കവാടങ്ങളുണ്ട്. ഇത് ക്ഷേത്രത്തിന്റെ വലുപ്പത്തെയും പ്രാചീനതയെയും സൂചിപ്പിക്കുന്നു. ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തെ ദക്ഷിണകാശി എന്ന് വിളിക്കുന്നത് കേവലം ഒരു വിശേഷണമായല്ല, മറിച്ച് ആചാരപരമായ സാമ്യതകളിലും വിശ്വാസപരമായ പ്രാധാന്യത്തിലുമുള്ള തുല്യത കൂടിക്കൊണ്ടാണ്. കാശിയിലെ പ്രധാന കർമ്മം പിതൃമോക്ഷത്തിനായി ഗംഗാസ്നാനവും ബലിതർപ്പണവുമാണെങ്കിൽ വർക്കലയിൽ പാപനാശം കടപ്പുറത്ത് അത് സമുദ്രസ്നാനവും ബലിതർപ്പണവുമാണ്. പ്രധാന ദേവതകളുടെ കാര്യത്തിലും വ്യത്യാസമുണ്ട്. കാശിയിൽ കാശി വിശ്വനാഥൻ അഥവാ ശിവനാണ് മുഖ്യപ്രതിഷ്ഠ. വർക്കലയിൽ ജനാർദ്ദന സ്വാമിയാണ്. കാശിയിൽ ഗംഗാനദിയെ പ്രധാന തീർത്ഥമായി കണക്കാക്കുമ്പോൾ വർക്കലയിൽ അത് പാപനാശം കടലും ചക്രതീർത്ഥവുമാണ്. എങ്കിലും 2 സ്ഥലങ്ങളുടെയും പ്രാധാന്യം മോക്ഷം, പാപനാശം, ദുരിതമുക്തി, ഐശ്വര്യം എന്നിവ കൈവരിക്കുക എന്ന ഏക ലക്ഷ്യത്തിൽ ഒന്നിക്കുന്നു. ഭാരതീയ വിശ്വാസപ്രകാരം മോക്ഷം, പാപനാശം, പിതൃതർപ്പണം എന്നിവയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതിന് തുല്യമായ ഇടമാണ്
ഇവിടുത്തെ വിശ്വാസികൾക്ക് വർക്കലയും ജനാർദ്ദന സ്വാമി ക്ഷേത്രവും നൽകുന്നത് എന്നതാണ് ഈ താരതമ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ ജനാർദ്ദന സ്വാമി ക്ഷേത്രം ദേശീയ തലത്തിലുള്ള ഭക്തിയുടെ പ്രതീകം കൂടിയാണ്. വർക്കലയുടെ തീരപ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് ഈ ക്ഷേത്രത്തിന് ഇത്രയും പ്രാധാന്യം നൽകിയത്. പാപനാശം എന്നു പേരുള്ള ഈ തീരം ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെയും തീർത്ഥാടകരെയും ഒരുപോലെ ആകർഷിക്കുന്നു. മതപരമായ ചടങ്ങുകളും ടൂറിസവും ഒരുമിച്ച് നിലനിൽക്കുന്ന ഈ അപൂർവ സംഗമം വർക്കലയെ കൂടുതൽ പ്രശസ്തമാക്കുന്നു. ജനാർദ്ദന സ്വാമി ക്ഷേത്രം ഒരു ആരാധനാലയം എന്നതിലുപരി വർക്കലയുടെ സാംസ്കാരിക ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവാണ്. ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് വർക്കല പട്ടണം വളർന്നു വന്നത്. ക്ഷേത്രത്തിലെ ഉത്സവങ്ങളും ചടങ്ങുകളും പ്രാദേശിക കലാരൂപങ്ങൾക്കും കരകൗശല വിദഗ്ധർക്കും ഒരു വേദിയാവും. വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രം ഒരു കാലഘട്ടത്തിന്റെ ചരിത്രവും സംസ്കാരവും വിശ്വാസവും ഒത്തുചേരുന്ന ഇടമാണ്. ലക്ഷ്മി ഭൂമി ദേവകളോടുകൂടിയ ജനാർദ്ദന സ്വാമിയെ വണങ്ങുന്നത് കേവലം ഒരു ആരാധന മാത്രമല്ല, പ്രകൃതിയുടെ അനുഗ്രഹത്തോടു കൂടിയ ഒരു തീർത്ഥാടനമാണ്. ചക്രതീർത്ഥത്തിന്റെ പുണ്യം, പാപനാശം, കടപ്പുറത്തെ മോക്ഷപ്രാപ്തി, സമുദ്രത്തിൽ നടക്കുന്ന അപൂർവമായ ആറാട്ട്, ഇതെല്ലാം ചേരുമ്പോൾ ഈ ക്ഷേത്രം ദക്ഷിണകാശി എന്ന പേരിന് പൂർണ്ണമായും അർഹമാകുന്നു. ജീവിത ദുരിതങ്ങൾക്കും പാപഭാരത്തിനും മോചനത്തിനുമായി വർക്കലയിലെത്തുന്ന ഓരോ ഭക്തനും ഈ പുണ്യസങ്കേതം പ്രത്യാശയുടെ ഒരു വിളക്കുമാടമായി നിലകൊള്ളുന്നു. വർക്കലയുടെ തീരവും ജനാർദ്ദന സ്വാമിയുടെ അനുഗ്രഹവും ഇനിയും തലമുറകൾക്ക് ആശ്വാസം നൽകട്ടെ.